വേനൽ ചൂട് കടുത്തതോടെ സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം എന്നുള്ളതാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി യേശുത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലർക്കും സൂര്യാതപം ഏറ്റ പശ്ചാത്തലം ഉണ്ട്. ചൂട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. കൊല്ലത്ത് അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ അതിപ്രസരമുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എത്രത്തോളം ജാഗ്രത തുടരണം? ഏത് നിലയിലുള്ള മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് അടക്കം നൽകിയിട്ടുള്ളത്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഉയർന്ന ചൂട് തുടരുകയാണ്. ഇടയ്ക്ക് വേനൽ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും ചൂടിന് ശമനമില്ല. ഒപ്പം ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക മുന്നറിയിപ്പ് 12 ജില്ലകളിൽ ഇന്ന് മുന്നറിയിപ്പുണ്ട്. ഒപ്പം 7 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ്. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടാണ്. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഉയർന്ന താപനില തന്നെ ആയിരിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഒപ്പം ഇതിനെ ഒരു തരത്തിൽ പ്രതിരോധിക്കാൻ ധാരാളം വെള്ളം കുടിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക, അതുപോലെ തുടർച്ചയായി അധിക സമയം വെയിൽ കൊള്ളുന്നത്, ശരീരത്തിലേക്ക് നേരിട്ട് അൾട്രാ വയലറ്റ് രശ്മികൾ കൊള്ളുന്നത് ഒഴിവാക്കുക. പകൽ 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങുന്നത്, വെയിൽ കൊള്ളുന്നതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുക. തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ ഉണ്ട്. ഒപ്പം ചായ, കാപ്പി ഉൾപ്പെടെയുള്ള ശരീരത്തിന് നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന പാനീയങ്ങൾ, മദ്യം ഉൾപ്പെടെയുള്ള പാനീയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. പകരം പഴവർഗ്ഗങ്ങൾ അധികമായി ഉപയോഗിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളുണ്ട്. തീപിടുത്തം വർദ്ധിക്കാനുള്ള സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്ഥാപനങ്ങളിലും മറ്റ് മാർക്കറ്റുകളിലൊക്കെ കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുക, ഫയർ ഓഡിറ്റിംഗ് നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കണം. അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്ക് അവരുടെ പരീക്ഷാ കാലഘട്ടം കൂടിയാണ്. പരീക്ഷാ ഹാളിലടക്കം കുടിവെള്ളം ഉറപ്പാക്കുന്ന കാര്യങ്ങൾ അധികൃതർ ഉറപ്പാക്കണം. ഈ അംഗനവാടിയിൽ പോകുന്ന കുട്ടികൾക്ക് അവിടെ അടക്കം ഈ നേരിട്ട് വെയിൽ കൊള്ളുന്നത്, അതുപോലെ ഈ വെയിലിന്റെ സമയത്ത് പ്രത്യേകിച്ച് അംഗനവാടികളൊക്കെ ഉച്ച കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലേക്ക് വരുന്ന ഒരു സമയമാണ്. കൃത്യമായി കൂടുതൽ സമയം കുട്ടികൾക്ക് വെയിൽ കൊള്ളുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം, അത് ഉറപ്പാക്കണം എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളുണ്ട്. എന്തായാലും ചൂട് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ വരും ദിവസങ്ങളിൽ മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ആ നിർദ്ദേശങ്ങളെല്ലാം ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പിൻവലിച്ചിട്ടുണ്ട്. ചൂട് കൂടും, അൾട്രാ വയലറ്റ് സൂചിക ഉയർന്ന സൂചിക അത് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. അഭിലാഷ്, സംസ്ഥാനത്ത് ചൂട് മുന്നറിയിപ്പ് തുടരുക തന്നെയാണ്. പ്രത്യേകിച്ച് ഉച്ച സമയങ്ങളിൽ അൾട്രാ വയലറ്റ് കിരണങ്ങൾ കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സൂര്യാതപം ഏൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ആളുകൾ ജാഗ്രത പാലിക്കണം, നിർജ്ജലീകരണം ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം, കൂടുതൽ കുടിവെള്ളം അടക്കം കരുതണം എന്നുള്ള മുന്നറിയിപ്പുകൾ ഇപ്പോഴും തുടരുകയാണ്.